ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കും അല്ലേ? അൽഹംദുലില്ലാഹ്, എനിക്കും മക്കൾക്കും കൂടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് എത്തിച്ചേരുന്ന വീഡിയോ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയില മീൻ കൊണ്ടുള്ള അടയാണ് കേട്ടോ. ഇത് കണ്ണൂർ സ്പെഷ്യലാണ്. നമ്മളിവിടെ ഉണ്ടാക്കുമെങ്കിലും വെലിങ്ങനെ അങ്ങ് ഉണ്ടാക്കൂല. എന്നാലും ഇപ്പം ഇതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ ആക്കുന്നവർ അങ്ങനെ ആക്കും. പക്ഷെ ഇത് നമുക്ക് ഏത് മീനും ആണെങ്കിലും വെച്ചിട്ട് ചെയ്യാം. പക്ഷെ അയില മീനാണ് ഒന്നും കൂടി ടേസ്റ്റ് കേട്ടോ. വേറെ ഏത് മീനാണ് മത്തി ഒഴികെ വേറെ എന്ത് മീനാണെങ്കിലും ആക്കാം. പക്ഷെ എന്നാലും അയില മീനാണ് ഇതിൻ്റെ താരം. അങ്ങനെ എന്താക്കിയാൽ മീനൊക്കെ മുറിച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കഷ്ണമെല്ലാം ആക്കിയിട്ട് വെച്ച് നമ്മൾ സാധാരണ മീൻ മസാല ആക്കും പോലൊക്കെ ആക്കുക കേട്ടോ. മീൻ പൊരിക്കാൻ വേണ്ടി മസാല ആക്കൂലേ. പിന്നെ ആ പുളി ഈ പാത്രത്തിലിട്ടിട്ട് പൊതിയാൻ വേണ്ടി വെച്ച് നോണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഒഴിച്ച് വെച്ചാൽ കേട്ടോ. ഇനി വേറൊരു പാത്രവും മീൻ പെരക്കണ്ടാവിട്ട് എന്താണ് മസാല തേച്ച് ഞാൻ പൊന്നിയരി കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമുക്ക് പത്തിരിപ്പൊടിയും കൊണ്ടും ആക്കാം, സാധാ പൊയിങ്ങലരി അരച്ച് പച്ചരി അരച്ചിട്ടും ആക്കാം, പൊയിങ്ങലരി പൊടിൻ്റെ അതും കൊണ്ടും ആക്കാം. പക്ഷെ എൻ്റെ അടുത്ത് ഈ രണ്ട് പൊടിയൊന്നും ഇല്ലാത്തതോടെ പൊടിയൊക്കെ കഴിഞ്ഞിരിക്കണം മക്കളെ. ഇനിയൊക്കെ വേണമെന്ന് കഴുകി പൊടിപ്പിക്കാനൊക്കെ. എന്നിട്ട് ഈ അരി അരക്കാൻ വേണ്ടിയിട്ട് അരിയിലേക്ക് ഒരു മുറി തേങ്ങയും വലിയ ജീരകവും ഉള്ളിയും കൂടി അരച്ചിട്ട് ഞാൻ മിക്സിൻ്റെ ജാറ് തന്നെയാണ് അരക്കലല്ല, ഗ്രൈൻഡറിലൊന്നുമല്ല. കല്ലൊക്കെ ഉണ്ട് പക്ഷെ അരക്കലില്ല. അപ്പോൾ കുറച്ച് വെള്ളം കൂടി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇട്ട് കട്ടൽ. ഇതിനായിട്ട് വെച്ചൊരു കോട്ടൻ്റെ തുണിയാണ് കേട്ടോ. പിന്നെ ഒരു ടവല് പോലത്തെ ഒരിതാണ്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ എന്താക്കുന്നത് ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് മതി ഈ കോട്ടൻ്റെ തുണിയിലേക്ക് അരച്ചിട്ട് ഇലങ്ങിട്ടിട്ട് പത്തലിനായാലും റൊട്ടിക്കാലും എന്തിനും ഞാൻ ഇങ്ങനെ തന്നെയാണ് കാട്ടൽ. ഈ തുണി എന്താക്കാനോ ഒരു 2 മിനിറ്റ് അവിടെ വെച്ച് അവിടെ പാത്രത്തിൽ അവിടെ മൂടി വെച്ചിട്ട് നല്ല കോട്ടൻ്റെ തുണി, അത് ശരിക്കും കോട്ടൻ്റെ തുണി തന്നെയാണ്. എന്നിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ട് അങ്ങോട്ടാൽ ആ വെള്ളമൊക്കെ അത് വാർന്ന് പോകും കേട്ടോ. എന്നിട്ട് പിന്നെ മീൻ എന്താക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. പൊരിക്കാനോ നല്ല അങ്ങോട്ട് മുരിയൊന്നും വേണ്ട, ഒന്ന് ശാലോ ഫ്രൈ ആയി കിട്ടിയാൽ മതി കേട്ടോ. അതിൻ്റെ ഇത് പിന്നെ കിട്ടും നോക്കുക. ഈ ഒരു ചട്ടിയിൽ ഈ ഒരു തവല്ലേ നടു പൊന്തിങ്ങോണ്ടാണ്. അതുകൊണ്ട് മീൻ വെക്കണമെങ്കിൽ സൈഡിൽ കൂടിയേ വെക്കാൻ പറ്റുള്ളൂ. സൈഡിൽ കൂടിയാണെങ്കിൽ തീയും തട്ടൂലല്ലോ, നടുവല്ലല്ലോ. അതേപോലെ തന്നെ ദോശ ഇടുമ്പോഴും നടു മാത്രം കരിയും, സൈഡൊന്നും വേകൂല. ഇൻഷാ അല്ലാഹ് മീൻ പൊരിക്കാൻ പറ്റിയ ചട്ടി മേടിക്കണം. ഇത് നല്ല ചട്ടിയൊക്കെ തന്നെ ഈ തന്നെ സംഭവം. നടു ഇങ്ങോട്ട് പൊന്തുക, നമുക്ക് ബാക്കിയുള്ള ചട്ടി പോലെ ഇങ്ങനെ കുത്തി നോക്കാനും പറ്റൂലല്ലോ. അങ്ങനെ പിന്നെ മീനിൻ്റെ മസാലയൊക്കെ ഇല്ലതാണ് കേട്ടോ. അങ്ങനെ വീണ്ടും ഒരു മുറി തേങ്ങ എടുത്തിട്ട് അതിലേക്ക് വലിയ ജീരകവും പിന്നെ ഉള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പച്ചമുളകും 2-3 ചുള വെളുത്തുള്ളി, മല്ലിപ്പൊടി, മുളകും പൊടി, കുരുമുളക് പൊടി, ചെറിയ ജീരകം, ഇങ്ങനത്തെ സാധനങ്ങൾ കൂട്ടിയിട്ട് എന്താക്കണം നല്ലോണം അരച്ചെടുക്കുക കേട്ടോ. ഇതിൻ്റെ അളവ് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സാധനത്തിൻ്റെ അനുസരിച്ചിട്ടാണ്, ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ്. ഞാൻ ഇപ്പോൾ ഒരു മുറി തേങ്ങക്കും ഉള്ളതാണ് കേട്ടോ ആക്കുന്നത്, അതിൻ്റെ സാധനത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണെന്നൊന്നും ഞാൻ പറയൂല. കുറച്ച് നേരം നമ്മൾ കരുതി കൂട്ടിയിട്ട് തന്നെ ഉണ്ടാക്കണം കേട്ടോ. പിന്നെ മല്ലിപ്പൊടി തീർന്നിട്ട് ഉമ്മാൻ്റെ അടുത്ത് കൊടുന്നതാണ് കേട്ടോ. മല്ലിമുളകൊക്കെ കൊടുന്ന് വെച്ചിക്കണ്, ഒക്കെ കഴുകിയിട്ട് വേണം പൊടിപ്പിക്കാൻ. എല്ലാം കൊടുന്നവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്നിട്ട് എന്താക്കണം ഇത് പിന്നെ വെളുത്തുള്ളിയും എത്ര തന്നെ 3 ചുള വെളുത്തുള്ളിയും അതും കൂടി കഴുകിയിട്ട് എന്താക്കുക പറഞ്ഞാൽ ജാറിലിട്ട് കൊടുക്കുക കേട്ടോ. എന്താ പറഞ്ഞാൽ നമ്മൾ ഈ ഉള്ളി വാട്ടുന്നതിൽ ഇട്ട് കൊടുക്കുക, പക്ഷെ കടിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഇനി ഉള്ളി വാട്ടാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. നല്ലോണം വാടൊന്നും വേണ്ട, എന്നാലും ചെറുങ്ങനെ ഒന്നാക്കണ 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് എന്താക്കുക എണ്ണ ചൂടാകുമ്പോൾ ഉലുവ ഇട്ട് കൊടുത്ത് ഉലുവ പൊട്ടിച്ചിട്ട് നമ്മൾ മീൻ കറിക്ക് ഇതാക്കൂലേ, അങ്ങനെ നമ്മൾ എന്താക്കുക 2 സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിനത്. മീഡിയം ടൈപ്പിൽ 2 സവാള എടുത്ത് അത് വാടുന്ന സമയത്ത് തക്കാളി ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളക് അരച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മുറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. എൻ്റെ അടുത്ത് കരിവേപ്പില ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുത്തോളി. എന്നിട്ട് അരച്ച് വെച്ച് വല്ലാതെ വെള്ളം കൂട്ടിയിട്ട് അരക്കണ്ട. പിന്നെ നിങ്ങൾക്ക് ഈ അട ചെയ്യുമ്പോൾ ഇങ്ങനെയും ചെയ്യട്ടെ. ഉള്ളി വാട്ടിയിട്ട് തേങ്ങ കൂട്ടാണ്ട് മുളകും പൊടിയും മല്ലിപ്പൊടിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മീൻ എന്താക്കാറ് ഒന്ന് ക്രഷാക്കിയിട്ട് പൊരിച്ചെടുത്തിട്ട് ക്രഷാക്കിയിട്ട് അതിലിട്ട് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. അങ്ങനെ എന്താക്കാറ് മീൻ അപ്പോൾ മസാല അവിടെ കുറച്ച് വറ്റി വരട്ടെ കേട്ടോ. എന്നിട്ട് മീൻ എന്താക്കാറ് മുള്ളെടുക്കുക. മീൻ ഇങ്ങനെ വെച്ച് കൊടുക്കാനാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ടൈം ഇതില്ല എന്നുണ്ടെങ്കിൽ മീൻ ഇങ്ങനെ വെച്ച് കൊടുക്കണം, അങ്ങനെയും വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഇതിൻ്റെ മുള്ളെടുത്തിട്ട് ഞാൻ ഇപ്പോൾ കുട്ടിയൊക്കെ കൊടുക്കണതല്ലേ, അപ്പോൾ ഇനിയിപ്പോൾ അതാവണ്ട അങ്ങനെ കടിച്ചെന്നുമ്പോൾ അതാണ്ടാന്നും പറഞ്ഞിട്ട് അങ്ങനെ മുള്ളൊക്കെ അതിൻ്റെ ഇത് മീറ്റ് മാത്രം എടുത്തിട്ട് മുള്ളെല്ലാം മുള്ള് ഇതാക്കിയതാട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ ചെയ്തിട്ട് എന്താക്കിയത് അപ്പോഴത്തേനും ഇത് സെറ്റായിന് കേട്ടോ.
2-3 മിനിറ്റ് എല്ലാം ആയിട്ടുള്ളൂ. അപ്പോഴത്തേന് ഇതാ കുറച്ച് വെള്ളം ഉണ്ടായതൊക്കെ വെലിഞ്ഞിട്ട് നമുക്ക് വേണ്ട തരത്തിൽ ഞാൻ നെയ്പ്പത്തലിനും ഇങ്ങനെ തന്നെയാണ് കേട്ടോ കാട്ടൽ. പിന്നെ മിക്സിൻ്റെ ജാറിൽ രാവിലെ അരച്ചിട്ട് 1 മിനിറ്റ് 2 മിനിറ്റ് മുന്നേ ഇതാക്കൽ. അങ്ങനെ പിന്നെ ഇതാ ഇങ്ങനെ ഓരോ വാഴൻ്റെ ഇല, നമ്മളിവിടെ വാഴൻ്റെ ഇലക്കാണ് ഭയങ്കര പ്രയാസം. ഞാൻ പിന്നെ അവിടെ പോയിട്ട് വലിയമാരുടെ അവിടെ പോയിട്ട് വാഴൻ്റെ ഇല പറിച്ചുകൊണ്ടുവന്നാണ് കേട്ടോ. അങ്ങനെ പിന്നെ എന്താക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വാഴൻ്റെ ഇലയിൽ ഇങ്ങനത്തൊക്കെ കുറച്ചൊന്ന് വെളിച്ചെണ്ണ അതിലേക്ക് ആക്കി കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ ഒരു സ്പൂണ് മസാല, 1 സ്പൂണ് 2 സ്പൂണ് മസാല ആക്കി കൊടുക്കുക. മസാലയിൽ വലിയ എരിവ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അന്നേരം മക്കൾ തിന്നുന്നതുകൊണ്ട് വലിയ ആൾക്കാർക്കാകുമ്പോൾ നമുക്കാകുമ്പോൾ കുറച്ച് എരിവാണല്ലോ. കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വന്ന് തിന്നുന്ന സമയത്ത് ഒരിക്കൽ നമ്മൾ ഈ കാല് വയറ്റിൽ നമ്മൾ ഈ എരിവ് വല്ലാതെ കൊടുക്കണ്ട. അതുകൊണ്ട് ഞാൻ എരിവ് നല്ലോണം ഇട്ടിട്ടില്ല, കുറച്ച് ഇട്ടിട്ടുള്ളൂ. അങ്ങനെ ഈ മീൻ വെച്ചിട്ട് സാധാരണ നമ്മൾ ഈ ഇലട ഉണ്ടാക്കൂലേ അതുപോലെ ആക്കിയിട്ട് മടക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഓരോന്നും ആക്കുക. ഇന്ന് ഞാനിതാണ് കുട്ടികൾക്ക് 4 മണിക്ക് ഇന്നലെ കേട്ടോ ചായക്ക് ഇതാണ് ഞാൻ ഉണ്ടാക്കിയത്. തൊട്ടിലൂരിനും തെല്ലുമേ മജ്നുവിൻ നാട്ടിലെ കിതാബിലെ പിന്നിലെ കണ്ടു നിന്നാലെ ഞാൻ അമ്മാടെ നാട്ടിലെ. അങ്ങനെ ഇന്നെ ഓരോന്നും ഇങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് എന്നിട്ട് എന്താക്കാണ് ഇട്ടിൽ ചെമ്മീൻ്റെ ആവി. പക്ഷേ ഇത് ഒരു സംഭവം എന്തായിരുന്നു അറിയോ, ഞാനിതൊന്നും ഒരു 3 എണ്ണം എടുത്തിട്ട് ആ വീഡിയോ ഇതിൽ ഏഡ് ചെയ്തിനോന്നുള്ളത് അറിയില്ല. ഞാൻ ഷോർട്ടിന് എടുത്തതായിരുന്നു കേട്ടോ, ഞാൻ ഷോർട്ട് ഇടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എങ്ങനെ ഇത് പിന്നെ ഞാൻ എന്താക്കി അറിയോ, ഇതൊന്നും ഒരു 3 എണ്ണം എടുത്തിട്ട് ഞാൻ എന്താക്കി പറഞ്ഞാൽ പൊറോട്ട കല്ല് വെച്ചിട്ട് അതിൽ വെച്ചിട്ടൊന്ന് ഈ ഇല കരിഞ്ഞിട്ട് ഇതാക്കി വേവിച്ചെടുക്കൂലേ, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് സത്യത്തിന് ആവിയിൽ വേവിച്ചതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് അങ്ങനെ പിന്നെ കല്ലിൽ വെച്ചിട്ടില്ല കേട്ടോ. അത് ഞാൻ ഷോർട്ട് ഇടണ്ട, അത് ഞാൻ ഷോർട്ടിന് എടുത്താൽ തോന്നുന്നത്, ഇതിൽ ആഡായിട്ടില്ല തോന്നുന്നുണ്ട്. ഷോർട്ടിന് എടുത്തതാ കേട്ടോ. സൂപ്പറായിരുന്നു. അതായിരുന്നു എനിക്ക് ഇതിനെങ്കിൽ ഇങ്ങനെ ആവിയിൽ വെച്ചിട്ട് വേവിച്ചതിനേക്കാൾ എനിക്ക് ഇഷ്ടമായത് അതായിരുന്നു. ഞാൻ എന്താക്കിയാൽ ഒരു 3 അട എടുത്തിട്ട് കല്ലുമ്മ വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ഇതിൻ്റെ ആ ഇലയൊക്കെ ഒന്ന് കരിഞ്ഞതായി ഒരു ക്രിസ്പി മോഡലാകൂലേ, അതുപോലെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, അടിപൊളിയുണ്ടായി. അങ്ങനെ പിന്നെ കുട്ടികളൊക്കെ വന്ന് കട്ടൻ ചായ വെച്ച് വന്നിക്കണ്. കട്ടൻ ചായയും വെച്ച് കൊടുത്തിട്ട് വെന്തിനോ നോക്കുമ്പോൾ പിന്നെ വെന്തിനിട്ടോ, പക്ഷെ അതൊരു ചൂടിലൊരു സോഫ്റ്റ് ഉണ്ടാവില്ലേ, അപ്പോൾ കുട്ടികളൊരു മാവ് വെന്തിട്ടില്ല. പിന്നെ ചൂടാറി കഴിഞ്ഞപ്പോൾ സെറ്റായിട്ടോ. അങ്ങനെ പിന്നെ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അടിപൊളി, നല്ല സോഫ്റ്റും അടിപൊളി സൂപ്പർ ഇടിയത്. അതിൻ്റെ മസാല ആ വാഴൻ്റെ ഇലൻ്റെതും മസാല മീൻ്റെതൊക്കെ പിടിച്ചിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. നിങ്ങളെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കി. എന്താണ് അയില മീനൊക്കെ എല്ലാവരുടെ കിട്ടണതാണല്ലോ, അപ്പോൾ വലിയൊരു ഇതിൻ്റെ ഇതൊന്നുമല്ലല്ലോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്ര. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലിട്ടോ.